ഈ ഒരു വെള്ള ഡ്രസ്സ് ഉണ്ടല്ലേ, ഈ ഒരു വെള്ള ഡ്രസ്സിന്റെ മുകളിൽ ഒരു ബ്ലാക്ക് പോയിന്റ്, എന്തെങ്കിലും പുള്ളി അല്ലെങ്കിൽ ബ്ലാക്ക് എന്തെങ്കിലും അടയാളം തെറിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് അതിങ്ങനെ തട്ടി മാറ്റും അല്ലെങ്കിൽ കേകി മാറ്റും. അതുപോലെയാണ് നമ്മൾ ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അകത്തുള്ള മനസ്സ് ഭയങ്കര ക്ലിയർ ആയിട്ടായിരിക്കും ഉണ്ടാകുക. മനസ്സിന്റെ ഒരു ബ്ലാക്ക് പോയിന്റ് പോലും ഇല്ലാതെ വെളുത്ത ശുദ്ധ മനസ്സായിരിക്കും. പക്ഷെ നമ്മൾ തിന്മ കാണുന്നു, തിന്മ പ്രവർത്തിക്കുന്നു, തിന്മ ചിന്തിക്കുന്നു, തിന്മയുമായി ബന്ധപ്പെടുന്നു. ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഓരോ ബ്ലാക്ക് പോയിന്റ് ആയിട്ട് ഇങ്ങനെ 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 മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ അത് നിറയും. അത് നിറഞ്ഞ് കാണ്ട് ഒരു ബ്ലാക്ക് മനസ്സായി മാറും. അതൊക്കെ കഴുകിക്കളയാനുള്ള ഒരു കാരണമാണ് തൗബ എന്നുള്ളത്. തൗബ ചെയ്യുന്നതോടുകൂടി അത് മാറി മറിയും. പിന്നെ തെറ്റിലേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക. ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആഖിർ സമാൻ കാലഘട്ടം, എവിടെ നോക്കിയാലും ഹറാം, എവിടെ നോക്കിയാലും തെറ്റുകൾ മാത്രം. തെറ്റുകൾ ചിന്തിക്കുന്ന, തെറ്റുകൾ ചെയ്യുന്ന, തെറ്റുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമൂഹത്തിൽ ജീവിക്കാൻ കുറച്ചൊരു പ്രയാസം ഉണ്ടാവും. അള്ളാഹു നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ.